പ്രവർത്തനം തുടങ്ങി 10 വർഷമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇടുക്കി മെഡിക്കൽ കോളേജ് വൈദ്യുതി സബ്സ്റ്റേഷനും ആവശ്യത്തിന് ജീവനക്കാരുമില്ലാത്തതിനാൽ പല വിഭാഗങ്ങളുടെയും പ്രവർത്തനം നിലച്ചു. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലെ റോഡ് പുനരുദ്ധരിക്കാൻ 18 കോടിയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് വർഷങ്ങളായി. 11 kV വൈദ്യുതി സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. CT സ്കാൻ മിഷൻ പോലും പണിമുടക്കുകയാണ്. ഇതോടെ പരിശോധനകളും മുടങ്ങുന്നു. മെഡിക്കൽ കോളേജിനായി പണിത പുതിയ ബ്ലോക്കിന് ഇതുവരെ അഗ്നിശമന സേനയുടെ NOC പോലും കിട്ടിയിട്ടില്ല. മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ജീവനക്കാർ തമ്മിൽ ഏകോപനവുമില്ല. 11 kV ഇലക്ട്രിക് സബ്സ്റ്റേഷൻ KSEBയുടെ സബ്സ്റ്റേഷൻ സ്ഥാപിച്ചാൽ മാത്രമേ ലിഫ്റ്റുകൾ, തിയേറ്റർ കോംപ്ലക്സ്, എല്ലാ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊന്ന് തുടങ്ങണമെങ്കിൽ തന്നെ ലിഫ്റ്റുകളും തിയേറ്റർ കോംപ്ലക്സും അത്യാവശ്യമാണ്. ഇത് തുടങ്ങണമെങ്കിൽ ഫയറിന്റെ NOC വേണം. MD കഴിഞ്ഞ ആളുകളെ നിർബന്ധിത സേവനത്തിനായി മെഡിക്കൽ വിദ്യാഭ്യാസ വിഭാഗം നിയമിക്കുമെങ്കിലും ഇടുക്കിയിലേക്ക് എത്താതെ തന്നെ ഇവർ സ്ഥലം മാറ്റം വാങ്ങി പോവുകയാണ് പതിവ്. MRI സ്കാൻ, കാർഡിയോളജി, നെഫ്രോളജി തുടങ്ങിയ വിഭാഗങ്ങൾ ഉടനെ ആരംഭിക്കണമെന്നാണ് ആവശ്യം. അതേസമയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ രാപ്പകൽ സമരത്തിലൂടെ ആവശ്യപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. ലാബുകൾ, ലെക്ചർ ഹാൾ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്നിവ തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. രാഹുൽ വിജയൻ, 24 ഇടുക്കി.